സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ NIA റെയ്ഡ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പരിശോധന. തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. തിരൂരങ്ങാടിയിലെ ഗോഡൌണിലും ലോറി ഉടമയുടെ വണ്ടൂരിലെ പുതിയക്കുന്നിലെ ഭാര്യ വീട്ടിലുമാണ് ഇന്ന് പരിശോധന നടന്നത്. കണ്ണൂരിലെ ചെറുപുഴ ചിറ്റാരിക്കൽ സ്റ്റേഷൻ പരിധിയിലും കോഴിക്കോട് എരഞ്ഞാലിമറവിലും കാസർഗോഡ് ചിറ്റാരിക്കാലുമാണ് പരിശോധന. വിവരങ്ങളുമായി ശിവദാസ് കന്മനവും അനഘ ഹർഷനും മിഥുൻ പിള്ളയും ചേരുകയാണ്. ആദ്യം മലപ്പുറത്ത് ശിവദാസിലേക്കാണ് ആദ്യം പോകുന്നത്. ശിവദാസ്, ഈ സംഭവത്തിന് ആസ്പദമായ വിഷയം നടന്നത് 2026 ഈ വർഷം ഫെബ്രുവരി 2-നാണല്ലോ. ഒരു ലോറി നിറയെ ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ എത്തി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇനിയും മറനീക്കി പുറത്തു വരാനുണ്ട്. NIA റെയ്ഡ് മലപ്പുറം ജില്ലയിൽ അവസാനിച്ചോ? എന്തെങ്കിലും നിർണായകമായ രേഖകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഗൗതം, അല്പസമയം മുൻപാണ് NIA റെയ്ഡ് അവസാനിച്ചത്. ഇന്ന് അതിരാവിലെ മുതൽ ആണ് റെയ്ഡ് നടന്നത്. അതായത് തിരൂരങ്ങാടിയിലെ ഒരു ഗോഡൌണിലും അതോടൊപ്പം തന്നെ ഈ ലോറി ഉടമയുടെ ഭാര്യയുടെ വണ്ടൂരിലുള്ള വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ കേസിന് ആസ്പദമായ ഈ സംഭവം ഉണ്ടായത്. ഉള്ളിച്ചാക്കിൻ്റെ മറവിൽ ഒരു ലോറിയിൽ വൻതോതിൽ ജലാറ്റിൻ സ്റ്റിക്ക് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ മലപ്പുറം ജില്ലയിലേക്ക് എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മലബാറിലെ മറ്റ് പല ഇടങ്ങളിലേക്കും ഇത് എത്തിക്കാനുള്ള നീക്കവും ഉണ്ടായിരുന്നു. കോറിയുടെ മറവിൽ ഇത്തരത്തിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നു, അത് ഭീകരവാദ ബന്ധത്തിന് ഉപയോഗിക്കുന്നു തുടങ്ങിയ സൂചനകളൊക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്തത്. മുൻപും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലബാർ ഒരു ഭീകരവാദത്തിൻ്റെ ഹബ്ബായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, അത്തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ നേരത്തെയും NIA ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ ചില സൂചനകൾ ലഭിച്ചതുകൊണ്ടാണ് ഈ കേസും NIA ഏറ്റെടുത്തത്. പാലക്കാടും ഇത്തരത്തിൽ തന്നെ തണ്ണിമത്തൻ ലോറിയിൽ കൊണ്ടുവന്ന അതിൻ്റെ മറവിൽ വൻതോതിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കൊണ്ടുവന്ന ഒരു സംഭവം ഇതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ തന്നെയായിരുന്നു ആ സംഭവം ഉണ്ടായത്. ഇങ്ങനെ വൻതോതിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നു. അത് എന്തിനാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുന്നു. കോറികളുടെ മറവിൽ കോറികൾക്ക് വേണ്ടി എന്ന രീതിയിലാണ് ഇത്തരത്തിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നത്. ഇതിന് വിപണനം നടത്തുന്നത് ഇത്തരത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അവിടെ നിന്നുമാണ് ഇങ്ങോട്ട് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഭീകരവാദ ബന്ധവും ഇതിന് പിന്നിൽ ഉണ്ട്. ശിവദാസ്, ഞാൻ മടങ്ങി വരാം. അനഘ ഹർഷൻ കൂടി ചേരുകയാണ്. അനഘ, ഇതിൽ കാസർഗോഡ് നടന്ന പരിശോധനയിൽ ചില നിർണായകമായ കണ്ടെത്തലുകൾ NIAയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതായത് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഫോടക വസ്തുക്കൾ NIA പരിശോധനയിൽ കണ്ടെത്തിയെന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ NIA റെയ്ഡ് വളരെ ഗൗരവമുള്ളതാണ്. ഈ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് NIAക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു. കാസർഗോഡ് എവിടെ നടന്ന പരിശോധനയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ NIA പിടിച്ചെടുത്തിരിക്കുന്നത്? ഗൗതം, ഈ ഫെബ്രുവരി മാസം സ്ഫോടക വസ്തു കടത്തിയ കേസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് NIA പരിശോധന നടത്തിയത്. അന്നത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കുടുമേനി സ്വദേശി ജോർജിന്റെ വീട്ടിലാണ് NIA ഇന്ന് പരിശോധന നടത്തിയത്. ഈ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത്. 5 വർഷം പഴക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധമുള്ള ആളുകൂടിയാണ് ഈ ജോർജ്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള 5 വർഷം പഴക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം NIA ഉദ്യോഗസ്ഥർ അവർ സ്ഥലത്ത് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജോർജിന്റെ വീട്ടിൽ ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട പരിശോധനയാണ് ഈ വീട്ടിൽ നടത്തുന്നത്. എന്തായാലും ഈ വീട്ടിൽ നിന്നും കാസർഗോഡ് നടത്തിയ പരിശോധനയിലും NIA സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്ഫോടക വസ്തു കടത്തിയതുമായി ബന്ധപ്പെട്ട് ഭീകര സംഘടനയ്ക്ക് അല്ലെങ്കിൽ മലബാർ മേഖലകളിൽ ഭീകരപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായാണോ എന്നുള്ള അടക്കമുള്ള പരിശോധനയാണ് NIA സംഘം നടത്തിവരുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 5 വർഷം പഴക്കമുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ഈ കാസർഗോഡ് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. കാസർഗോഡിലെ ചിറ്റാരിക്കാവിലാണ് ഈ ജോർജിന്റെ വീട്. ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കോഴിക്കോടും മറ്റ് പരിശോധനകൾ NIAയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കേസിലെ ഏറ്റവും 1-ാം പ്രതി എന്ന് പറയുന്ന ഹാരിസിന്റെ വീട്ടിലാണ് ഈ
ഹാരിസിന്റെ വീട്ടിലാണ് എൻഐഎ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. 5 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. ഈ വീട്ടിൽ നിന്ന് ചില നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹാരിസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒളിവിൽ കഴിയുന്നതാണ്. ഈ കേസിൽ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഹാരിസ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവരുന്ന ചില നിർണായക കാര്യങ്ങളുണ്ട്. അതായത് മുമ്പ് ഇയാൾ കോറി നടത്തിയിരുന്നു. ഈ കോറിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ മറവിൽ വൻതോതിൽ മലബാർ മേഖലകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ഈ ഹാരിസിനുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹാരിസ് ഒളിവിൽ പോകുന്നത്. ഹാരിസിനായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് കേസ് എൻഐഎ അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹാരിസിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഹാരിസിന്റെ ഹോളി ബ്രിക്സിന്റെ സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനങ്ങളിലുമൊക്കെ എൻഐഎ പരിശോധന നടത്തുന്നത്. ഈ പരിശോധന അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പരിശോധന നടക്കുന്ന ഇടങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഒന്നും തന്നെ ആളുകളെയോ മറ്റ് വീഡിയോ ചിത്രീകരിക്കാനോ ഒന്നും തന്നെ എൻഐഎ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. ആരെയും ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. എന്തായാലും ചില നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ അനഘ, കാസർഗോഡ് ചിറ്റാരിക്കലിൽ ഈ പരിശോധനയ്ക്കിടയിൽ സ്ഫോടക വസ്തുക്കൾ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുകയാണ്. 5 വർഷം പഴക്കമുള്ള ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധനയിൽ കാസർഗോഡ് നിന്ന് പിടിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നും നിർണായകമായ ചില രേഖകൾ എൻഐഎക്ക് ലഭിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് കൂടാതെ കണ്ണൂരിൽ കൂടി എൻഐഎയുടെ പരിശോധന നടക്കുകയാണ്. മിഥുൻ പിള്ള അതിന്റെ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, കണ്ണൂരിലെ എൻഐഎ റെയ്ഡ് അവസാനിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ രേഖകൾ എന്തെങ്കിലും എൻഐഎക്ക് കണ്ണൂരിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ ഈ സ്ഫോടക വസ്തുക്കൾ കടത്തിയതുമായി ബന്ധപ്പെട്ട്? ഗൗതം, ഇന്ന് രാവിലെയാണ് കണ്ണൂരിൽ ഇത്തരമൊരു റെയ്ഡ് എൻഐഎ നടത്തിയത്. കണ്ണൂർ ചെറുപുഴയിലാണ് ഈ റെയ്ഡ് നടത്തിയത്. ചെറുപുഴ കുണ്ട സ്വദേശിയായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം നിന്ന് റെയ്ഡ് പൂർത്തിയാക്കി എൻഐഎ സംഘം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ ഇവിടുന്ന് കണ്ടെത്തിയെന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയില്ല. കാരണം ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഈ എൻഐഎ സംഘം കണ്ണൂർ ചെറുപുഴയിൽ എത്തുകയും പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തത്. ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മലപ്പുറത്ത് നിന്ന് ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന ഈ കണ്ണൂർ ചെറുപുഴയിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് വാഹനത്തിലുണ്ടായിരുന്ന ആളുടെ വീട്ടിലാണ് ഈ പരിശോധന നടത്തിയതെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ മിഥുൻ, എന്തായാലും കണ്ണൂരിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് നടക്കുകയാണ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് മലപ്പുറത്ത് നടന്ന ആയുധം ലോറിയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മിന്നൽ പരിശോധന നടക്കുന്നത്. അതിൽ കാസർഗോഡ് നിന്നും ഒരു വീട്ടിൽ നിന്ന് ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും എൻഐഎ കണ്ടെത്തിയെന്നതാണ് വളരെ നിർണായകമായ വിവരം. മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം, കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ, കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള എന്നിവരാണ് വിശദാംശങ്ങൾ നൽകിയത്.